നമസ്കാരം. പിണറായി വിജയൻ ആശിച്ചു മോഹിച്ച 3.0യെ വെറും 3G ആക്കാൻ ഇന്ന് ജനങ്ങൾ ഇറങ്ങുന്ന ദിവസമാണ്. കഴിഞ്ഞ 10 വർഷത്തെ ദുരനുഭവങ്ങളുടെ ഓർമ്മകൾ പ്രതികാരത്തിൻ്റെ കടലായി വിരലിലേക്ക് ഇരച്ചു കയറട്ടെ. നെറുകേടുകളെ കുത്തിക്കൊല്ലാൻ 5 വർഷത്തിന് ശേഷം കിട്ടിയ അസുലഭമായ ഒരവസരമാണിത്. തേച്ചുകുളിയും പിടിച്ചുപറിയും മോഷണവും നീതി നിഷേധവും സാംസ്കാരിക വിരുദ്ധ പ്രവർത്തനങ്ങളും കൊണ്ട് നാടിൻ്റെ സകല നന്മകളെയും ഞെരിച്ചു കൊന്നവരാണ് ഇടതു സർക്കാർ. അവർക്ക് ഭരണഘടനയിൽ വിശ്വാസമില്ല, ക്ഷേത്രവിശ്വാസമില്ല, നീതിപീഠങ്ങളെപ്പോലും അവർക്ക് വിശ്വാസമല്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ 1-ാം പാഠം പോലെ കീറിയെറിഞ്ഞു. അവർക്കിപ്പോൾ വർഗീയത തുലയണ്ട. രക്തസാക്ഷികളെ വരെ ഒറ്റിക്കൊടുക്കും. 800 കോടി നാട്ടുകാരെ വിഴുങ്ങിയുണ്ടാക്കിയതിൽ 130 കോടി മാത്രം ചിലവാക്കി കുറേ വീടുകൾ പണിതിട്ടു. അവിടെ ഒറ്റ വീട്ടിലും ഇതുവരെ താമസക്കാരെത്തിയിട്ടില്ല, അവരെ കയറ്റിയിട്ടില്ല. കരിമണലിൻ്റെ പൊന്നും വിലയിൽ കണ്ണും നട്ട് മുതലാളിമാരിൽ നിന്നും മാസപ്പടി വാങ്ങാനായി തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതെ കൊടിയ പ്രളയ ദുരന്തമുണ്ടാക്കി. ഒരു മഹാരോഗം നടമാടിയ കാലത്തും കോടികൾ അഴിമതിയിലൂടെ സമ്പാദിച്ചു. ക്യാബിനറ്റിനെ മുഴുവൻ നോക്കുകുത്തികളാക്കി പിണറായി വിജയൻ്റെ അടുക്കള ക്യാബിനറ്റ് ഭരണത്തെ നിയന്ത്രിച്ചു. നേതാക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും കീശ നിറഞ്ഞപ്പോൾ അവർ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയതായി പ്രഖ്യാപിച്ചു. അതിജീവിതന്മാരെ ഒരു പാക്കേജാക്കി അവതരിപ്പിച്ചു. ഗർഭകഥകളിൽ അഭിരമിച്ചു. ഒതുക്കേണ്ടവനെ ഒതുക്കി. സ്വന്തം പാർട്ടിയിലെ പീഡനവീരന്മാരെ ഒക്കത്തെടുത്ത് ലാളിച്ചു. അവർക്കെതിരെ പെണ്ണുങ്ങൾ കൊടുത്ത പരാതികൾ കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടന്നു. കാശ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഏത് സ്ത്രീയിലും ഒപ്പുവയ്ക്കുമെന്നായി. പാവങ്ങളുടെ നികുതിപ്പണം എടുത്ത് കോടാനുകോടികൾ ചിലവഴിച്ചതെല്ലാം ഒരേ ഒരു തലയുടെ പ്രചരണാർത്ഥമായിരുന്നു. ആ ശിരസ് ഒരു മഹാന്റെ പുണ്യശിരസാകുന്നു. ഹേ പ്രഭു, ഇങ്ങനെ വിളിച്ചു പുകഴ്ത്തിയാൽ എന്തും നേടാമെന്ന് മന്ത്രിമാരും ആശ്രിതരും പഠിച്ചു. അവർ ദൈവമെന്നും സൂര്യനെന്നും കപ്പിത്താനെന്നും അങ്ങനെ എന്തെല്ലാം പേരുകളിട്ട് വിളിച്ചു. കുടുംബവുമൊത്ത് നാട്ടുകാരുടെ ചെലവിൽ ലോക പര്യടനമായിരുന്നു പ്രധാന പണി. വഴിവാണിപ്പക്കാരുടെ പക്കൽ നിന്നും കളിപ്പാട്ടം വാങ്ങുന്ന ലാഘവത്തോടെ നെതർലൻഡിൽ പോയൊരു സാങ്കേതിക വിദ്യ കൊണ്ടുവന്നു. റൂം ഫോർ റിവർ. എന്തൊരു ഗീർവാണമടിയായിരുന്നു അന്ന്. സ്പിൽവേ തുറന്നു വിടാതെ എല്ലാ വീട്ടിലും വെള്ളത്തെ കയറ്റി കിടത്തിയ പുള്ളിയാണ് റൂം ഫോർ റിവർ കൊണ്ടുവരാൻ പോയത്. ഹെലികോപ്റ്റർ ഒരെണ്ണം വാടകയ്ക്കെടുത്തിട്ടതിന് 22 കോടി അടച്ചു കഴിഞ്ഞു. കഴിഞ്ഞ മാസം വരെ 95 ലക്ഷമാണ് ഒരു മാസത്തെ വാടക. ക്യാബിനറ്റ് കക്കൂസായി ഓടിയ ബസിൻ്റെ മുടക്ക് 1.25 കോടി. ആ ബസ് ഇപ്പോൾ ക്ലിഫ് ഹൗസിലെ കോഴിക്കോടായി ഉപയോഗിക്കുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. പിണറായി വിജയൻ ആരെയും തെറി വിളിക്കും, ഡാഷിട്ടും ഡാഷിടാതെയും. എന്ത് ചെറ്റത്തരവും പറയും. അതെല്ലാം അടിമകൾക്ക് ദേവസംഗീതമാകുന്നു, ചാരുതയാകുന്നു. മന്ത്രിമാർ പറയുന്ന ഒരു നെറുകേടിനെയും മുഖ്യമന്ത്രി വിലക്കില്ല. ഓദിക്കൻ നിന്നുമുള്ളിയാൽ ശിഷ്യന്മാർ നടന്നുമുള്ളും. ഫലത്തിൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ കേരളം എനിക്ക് വയറ് വിശക്കുമ്പോൾ ഉരുളയാക്കി തിന്നാനുള്ള വിശിഷ്ട ഭോജ്യപാടെന്നാണ് പിണറായി വിജയൻ്റെ വിചാരം. പകുതിയോളം ആർത്തിയോടെ, ബഗൻ്റെ ആർത്തിയോടെ തിന്നു കഴിഞ്ഞു. ധന്വന്തരം കുഴമ്പും പുരട്ടി മരുന്ന് കഞ്ഞിയും കുടിച്ച് വീട്ടിൽ വിശ്രമിക്കേണ്ട കാലമാണ് 81-ാം വയസ്സ്. എന്നിട്ടും അധികാരത്തോടുള്ള ആർത്തി ഈ മനുഷ്യന് തീരുന്നില്ല. പന്നി മൂത്താൽ പാതാളം തോണ്ടുമെന്ന് പറയും പോലെയാണ് പിണറായി ഭരണം. പ്രായം മൂത്തു വരുംതോറും കേരളം കുളം തോണ്ടുകയാണ്. ഞാൻ നിങ്ങളെ ഭരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, പാവങ്ങളുടെ രക്ഷയോർത്താണ്. ഈ മനുഷ്യനും ഒരു കമ്മ്യൂണിസ്റ്റാണോ? തമ്പുരാൻ അറിയാം. എത്രയെത്ര കോൺക്ലേവുകൾ. ഏറ്റവും ഒടുവിൽ നടന്നത് കൊല്ലത്തെ അണ്ടി കോൺക്ലേവ് ആയിരുന്നു. സിനിമാ കോൺക്ലേവ്, കയർ കോൺക്ലേവ്, വൈജ്ഞാനിക കോൺക്ലേവ്. എന്നിട്ട് തീറ്റയോട് തീറ്റ. പോക്കറ്റിലെ കാശെടുത്ത് ഭിക്ഷക്കാർക്ക് പോലും 10 പൈസ ദാനം ചെയ്യാത്ത ഈ കുടുംബം പൗരപ്രമുഖരെ വിളിച്ചിരുത്തി അങ്ങ് ഊട്ടുകയാണ്, അതും സർക്കാർ ചെലവിൽ. ഒരു മഹാക്ഷേത്രത്തെ കൊള്ളയടിച്ച അമ്പലക്കള്ളന്മാർ പിന്നെയും ഇറങ്ങിയിരിക്കുകയാണ് 3-ാം ഭരണം തൊലിക്കാനായി. അന്തരീക്ഷത്തിൽ നിന്നെടുക്കുന്ന പ്രാണവായുവിന് പോലും ഇവരിന് നികുതി ഏർപ്പെടുത്തും. അല്ലാതെ ഈ 3000 കുണുവ എവിടെ നിന്ന് പെൻഷൻ എടുത്തു കൊടുക്കും? ആകാശവാണങ്ങൾ അന്തിച്ചു നിൽക്കുകയാണ് തങ്ങളെക്കാൾ ഉയരത്തിൽ പോകുന്ന വിലവർദ്ധനവിനെ കണ്ട്. ഈ ഭരണം ഒന്നുകൂടി വന്നാൽ ഈ നാട്ടിലെ പോലീസുകാർ കാക്കി ഊരിവെച്ച് വേറെ പണിക്ക് പോകേണ്ടി വരും. നിങ്ങൾക്കിപ്പോൾ ചേളാവു തൂക്കത്തിൻ്റെ വില പോലുമില്ല ഈ സമൂഹത്തിൽ. ഇനി പിണറായി വന്നാൽ കമ്മികൾ നിങ്ങളെ കൊണ്ട് കൗബീനം കഴുകിക്കും. ആർഷോമോൻ പറഞ്ഞതുപോലെ കക്കൂസ് കഴുകിക്കും. തെരുവിലിവന്മാർ കൊടിയും പിടിച്ച് ശത്രു നിഗ്രഹം നടത്തും, തെറിപ്പാട്ട് പാടും. വർഗവഞ്ചകന്മാരെ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള വെട്ടുവെട്ടി നിഗ്രഹിക്കും. പിണറായി വിജയന് പറക്കാൻ 4 ദിക്കിലും ഓരോ ഹെലികോപ്റ്റർ വീതം ഇനി വിന്യസിക്കും. അകമ്പടി വാഹനങ്ങൾ 1000 കിടന്നുപോകാൻ കാരവാൻ വേറെ. കാരായി രാജൻ ജയിച്ചു വന്നാൽ മന്ത്രി, PK ശ്യാമളയും മന്ത്രി. അതോടെ കാലൻ കേരളത്തിൽ നിന്നും പോകാതെയാകും. രണ്ടാം വരവിന് മുമ്പ് തന്നെ പിണറായി ഏത് ടിഷ്യൂ പേപ്പറിലും ഒപ്പിടുമായിരുന്നുവെന്ന്
സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട്. 81-ാം വയസ്സിൽ കേരളത്തിൻ്റെ അടിയാധാരം എഴുതി കൊടുത്താൽ അതിലും ഒപ്പിടുമായിരിക്കും. ക്ലിഫ് ഹൗസിലെ കുളത്തിൽ അറബി നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന സുഗന്ധദ്രവ്യങ്ങൾ കോരി നിറയ്ക്കും. റോബിൻ പട്ടിക്ക് സ്വർണ്ണക്കൂട് പണിയും. കന്നുകാലികൾ വേടൻ്റെ സംഗീതം കേട്ട് ഇനി പാൽ ചുരത്തും. വസതിയുടെ മതിലുകൾ ആകാശം മുട്ട ഉയരും. കരിങ്കൊടി കാണിക്കുന്നവന്മാരുടെ കഴുത്ത് കണ്ടിക്കും. മുദ്രാവാക്യം മുഴക്കുന്നവന്മാരെ തീവ്രവാദികളാക്കും. ശബരിമലയിൽ ഇനി വല്ലതും കൊള്ളയടിക്കാനുണ്ടോ എന്നാണ് സുപ്രീം കോടതി പോലും ചോദിച്ചത്. അതിനാൽ പത്മനാഭൻ്റെ മണ്ണിലേക്കാകും ഇനി നോട്ടം. നിലവറകൾ ഒന്നൊന്നായി തുറക്കും. ബി നിലവറ തുറക്കുന്നതോടെ പിണറായി വിജയൻ്റെ കണ്ണ് തള്ളും. ആ മഞ്ഞ ലോഹത്തിൻ്റെ ആലക്തിക പ്രഭാപൂരം കണ്ട് ഈ സർക്കാർ വീണ്ടും വന്നാൽ മറിയച്ചേട്ടത്തിയുടെ അവസ്ഥയിലാകും കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. നിങ്ങൾ ചട്ടി നീട്ടിയാൽ കാൽ തൊട്ടുപോലും ജനം തരികയുമില്ല. 3000 പെൻഷൻ കിട്ടുമെന്നും പറഞ്ഞ് ഇരുന്നു കൊള്ളുക. ക്ഷേമ പെൻഷൻ അവകാശമല്ല, ഔദാര്യമാണെന്ന് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തവരാണ് ഇവർ. ശിവൻകുട്ടിയെ തുറന്ന ജീപ്പിൽ കെട്ടിവെച്ചാണ് കൊണ്ടുപോകുന്നത്. എല്ലാവരെയും അനുഗ്രഹിക്കുന്ന പോലെ പുള്ളിയും പുഷ്പാർച്ചന നടത്തുന്നുണ്ട്. തുറന്ന ജീപ്പിൽ പിണറായി പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ്. ഇപ്പോൾ കാല് 2 അടിയൊക്കെ പൊങ്ങും. തനിയെ ജീപ്പിൽ കയറും. ക്യാപ്റ്റൻ എന്നാണ് ആ ജീപ്പിൻ്റെയും പേര്. കഴുത്തുളുക്കു കത്രീന പ്രളയകാലത്തെ ചേർത്ത് നിർത്തൽ പറഞ്ഞ് ആറന്മുളയിൽ കിടന്ന് തുള്ളിച്ചാടുകയാണ്. ഞാനില്ലായിരുന്നെങ്കിൽ പത്തനംതിട്ട അറബിക്കടലിലെത്തിയേനെ. കെ നായരുണ്ടാക്കിയ റിംഗ് റോഡിൻ്റെ അവകാശവും പുള്ളിക്കാരി ഏറ്റെടുത്തു കഴിഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ ഭദ്രകാളിയെയും അറുകൊല അമ്മച്ചിയെയും വിളിച്ച് ശപഥം ചെയ്തു പ്രാകുന്നു. പി.കെ. ശ്യാമള ചുടല നൃത്തം പോലെ ആടിക്കളിക്കുന്നു. സാരി ഉടുത്ത പാലക്കാട്ടെ ശോഭനയ്ക്ക് ചുരിദാറിട്ട സ്ത്രീയുടെ നിഴലുണ്ടായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ രസം. ഗോവിന്ദനും കൃഷ്ണൻകുട്ടിയും AI ആണ് പ്രശ്നമെങ്കിൽ ശോഭാ സുരേന്ദ്രൻ നിഴലാണ് പ്രശ്നം. പാലക്കാട്ടെ വീടുകളുടെ തിണ്ണക്കിരിക്കുന്ന സകല പാവങ്ങളുടെയും കയ്യിൽ 5000 രൂപ പ്രത്യക്ഷപ്പെടുന്ന അത്ഭുതം സംഭവിക്കുന്നു. കാവൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി എന്തൊക്കെ കണക്ക് കൂട്ടുന്നുണ്ടാകും. മാസപ്പടിക്കായി കരയുന്ന മകളുടെ ദുഃഖം വേറെ. പെടുക്കാൻ മുട്ടി നിൽക്കുന്ന മരപ്പെട്ടി ചോദിക്കുന്നു, കാരണഭൂതൻ പോയാൽ ഞാനിനി എവിടെ മുള്ളും? എല്ലാത്തിനും ഇന്നത്തോടെ ഉത്തരമാകും. ഞങ്ങളല്ലാതെ വേറെ ആരുണ്ട് സാർ ഞങ്ങളെ രക്ഷിക്കാൻ?